ഹലോ ഓൾ, വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്ക് എക്സാംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? എന്തൊക്കെയാണ് ബാങ്ക് എക്സാംസ്, ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്, എന്തൊക്കെ എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യനെ മൂന്നായിട്ട് തിരിച്ചു: ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിംഗ് എന്ന് പറഞ്ഞ് തിരിച്ചു. ഇംഗ്ലീഷിനും ക്വാണ്ടിനും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു തുടങ്ങി, ഏതൊക്കെ പാറ്റേൺ ആണ് വരുന്നത് നമ്മൾ കണ്ടു തുടങ്ങി. റീസണിംഗ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? റീസണിങ് എങ്ങനെയാണ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാം, എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ റീസണിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുവാണ്. ഇന്ന് തൊട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് വീതം ഓരോ ദിവസവും പുതിയ പുതിയ ടോപ്പിക്കുകൾ, ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ പരിചയപ്പെടുവാണ്. നമ്മൾ ഒരുമിച്ച് ഇനി പഠിച്ച് പോവുകയാണ്. ബാങ്കിന്റെ പാറ്റേൺ എന്താണ്, ബാങ്ക് എക്സാമിന്റെ റീസണിങ് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് മണ്ടലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ പഠിക്കാൻ ഇന്ന് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ എളുപ്പമായ ഒരു ടോപ്പിക്കാണ് എടുത്തേക്കുന്നത്: ഡയറക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സ്ഥലം ചോദിക്കുമ്പോൾ, എങ്ങോട്ടെങ്കിലും പോകാൻ ഒരാളോട് സ്ഥലം ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് അങ്ങോട്ട് പോയി റൈറ്റിലേക്ക് തിരിയെ, ലെഫ്റ്റിലേക്ക് തിരിയെ, അല്ലെങ്കിൽ നോർത്തിലേക്ക് ഉൾഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ വടക്കോട്ട് നോക്കി പൊക്കോ, അല്ലെ തെക്കോട്ട് പൊക്കോ, ഇങ്ങനെയൊക്കെ പറയും. പല ഡയറക്ഷൻസും ഉണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, മെയിൻ ആയിട്ട് നമുക്ക് എത്ര ഡയറക്ഷൻ ഉണ്ട്? നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നാല് ഡയറക്ഷനാണ്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈ 4 ഡയറക്ഷനാണുള്ളത്. അതിൻ്റെ അകത്ത് ആർക്കും നോർത്തും സൗത്തും തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല. തെറ്റിപ്പോകും ഇല്ല. നോർത്തും സൗത്തും എല്ലാവർക്കും ഓക്കെയാണ്. ഇനി ഈസ്റ്റും വെസ്റ്റിന്റെ ഒരു കേസുണ്ട്. ഈസ്റ്റും വെസ്റ്റും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. കുറച്ച് പേർക്കെങ്കിലും തിരിഞ്ഞു പോകും ഈസ്റ്റും വെസ്റ്റും. അതിനൊരു മാർഗമുണ്ട്. നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ മാപ്പ് കറക്റ്റ് ഇങ്ങനെ അങ്ങ് ഓർത്തോ. ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചോ. ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണ്. ജസ്റ്റ് വരയ്ക്കാൻ അറിയാതിൻ്റെ ഇങ്ങനെയാണ് ഇന്ത്യയുടെ മാപ്പ് പോകുന്നതെന്ന് വെച്ചോ. ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലേ, അതിൻ്റെ പേരാണ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ മാപ്പ് കളഞ്ഞു എന്നൊന്നും പറയില്ല, നമ്മൾ ജസ്റ്റ് പറയാൻ വേണ്ടി അവിടെ ഒരു സ്ഥലമുണ്ട് വെസ്റ്റ് ബംഗാൾ. ആ വെസ്റ്റ് ബംഗാളുള്ള സ്ഥലമാണ് ഈസ്റ്റ്. ഓക്കെ, പേരിട്ടപ്പോൾ ഒന്ന് ആലോചിക്കുക. വെസ്റ്റ് ബംഗാളുള്ള സൈഡ് ഈസ്റ്റ്. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി, വേറൊന്നും ആലോചിക്കണം. നമ്മളൊരു കോഡായിട്ട് പഠിക്കും. വെസ്റ്റ് ബംഗാളുള്ള സൈഡാണ് ഈസ്റ്റ്. ഇനി അതൊരിക്കലും മാറത്തില്ല. മാറരുത്. വെസ്റ്റ് ബംഗാളുള്ള സൈഡാണ് ഈസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത്ര ഇനി അതിൻ്റെ അകത്ത് പറയുള്ളൂ. നേരെ ഓപ്പോസിറ്റ് സൈഡ് വെസ്റ്റ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അത് തിരിയത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആ 4 ഡയറക്ഷനെ വീണ്ടും ഒന്ന് ചെറുതായി ഡിവൈഡ് ചെയ്തു. 4 ഡയറക്ഷൻ: നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയ്ക്കുള്ളതിനെ നോർത്ത് ഈസ്റ്റ് എന്നും, നോർത്തിൻ്റെ വെസ്റ്റിൻ്റെ ഇടയ്ക്കുള്ളത് നോർത്ത് വെസ്റ്റ് എന്നും പറഞ്ഞു. അതുപോലെ സൗത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള സൗത്ത് ഈസ്റ്റ് എന്നും, സൗത്തിൻ്റെ വെസ്റ്റിൻ്റെ ഇടയ്ക്കുള്ളതിന് സൗത്ത് വെസ്റ്റ് എന്നും പറഞ്ഞു. അങ്ങനെ 4 സബ് ഡയറക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് നടുക്കോട്ട് പോകുന്ന ഡയറക്ഷൻ. ഈ 4 ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്കൂടുള്ള ഡയറക്ഷനെ നമ്മൾ ഒരു 4 സബ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അത്രേ ഉള്ളൂ, സിമ്പിളായ ഒരു കഥ. നമുക്കിനി അടുത്ത എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ആംഗിൾസ് വെച്ചിട്ടാണ്. ഇത്ര ഡിഗ്രി തിരിഞ്ഞു, ഇന്ന സൈഡിലേക്ക് ഇത്ര ഡിഗ്രി തിരിഞ്ഞു, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിന് ആദ്യമേ നമ്മൾ ആംഗിൾസ് എന്താണെന്ന് പഠിക്കണം. എത്ര ഡിഗ്രി ആംഗിൾസ് ഉണ്ടെന്ന് പഠിക്കണം. നമുക്കത് നോക്കാം. നമ്മൾ ഈ ആംഗിൾ പഠിക്കാൻ വേണ്ടി മറന്നു പോകാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർക്കും. ഇതെങ്ങനെ വന്നത്? ഇതിനെ ഒരു 360 ഡിഗ്രി സർക്കിളായിട്ട് എടുത്താൽ ഇതിനെ 4 ആയിട്ട് തിരിച്ച് എത്ര ആക്കും? 90, 90, 90, 90. ഇങ്ങനെയല്ലേ വരുന്നത്? 360 ഡിഗ്രി. സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ അറിയാലോ. ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി. അതിനെ നമ്മൾ 4 ആയിട്ട് കറക്റ്റ് ഉപയോഗിച്ചാൽ 90ന്റെ 4 പാർട്ട് 90, 90, 90, 90. അപ്പം നമ്മൾ പറയാലോ, നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെ ഇടയ്ക്ക് 90 ഡിഗ്രി, ഈസ്റ്റും സൗത്തും ആണെങ്കിലും 90 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ സൗത്തും വെസ്റ്റും ആണെങ്കിലോ അതും കറക്റ്റ് 90 ഡിഗ്രി. ഇവിടെയും സെയിമായ അവസ്ഥ അല്ലേ? സെയിമായ അവസ്ഥ 90 ഡിഗ്രി. അതൊക്കെ ആയാലും അപ്പോൾ ആ ആംഗിൾ മറക്കത്തില്ലോ. എല്ലാ മെയിൻ ഡയറക്ഷനും തമ്മിലുള്ള, ദിശകളും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആംഗിൾ ആണ്. ഓക്കെ അല്ലേ? റൈറ്റ് ആംഗിൾ ആണ്. കറക്റ്റ് 90 ഡിഗ്രിയാണ് ഈ ആംഗിൾസ് തമ്മിലുള്ള വ്യത്യാസം. നോർത്തിന് ഈസ്റ്റിലേക്ക് തിരിയണമെങ്കിൽ 90 ഡിഗ്രി തിരിയണം. ഈസ്റ്റിന് സൗത്തിലോട്ടാണെങ്കിൽ 90 ഡിഗ്രി. ഓക്കെ ആണോ? ഇനി അതിനെ നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കിയായിരുന്നു. സബ് ആംഗിൾ എന്ന് പറഞ്ഞ് തിരിച്ചല്ലേ. അപ്പോൾ ഈ 90നെ വീണ്ടും 2 ആയിട്ട് തിരിച്ചേക്കുമല്ലോ. ഇത് നോക്ക്, 90ന്റെ കറക്റ്റ് നടുക്കൂടിങ്ങിൻ്റെ വരെ പോവുക അല്ലേ? അപ്പോൾ എത്ര ആവും? 45, 45. കണ്ടോ? 45, 45. ഇങ്ങനെ 45, 45 എന്ന് എല്ലായിടത്തും പോകും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ മെയിൻ ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആംഗിളാണ്. അടുത്ത മെയിൻ ആംഗിൾ സബ് ആംഗിളും തമ്മിലുള്ള നോക്കുക. നോർത്തും ഈസ്റ്റും 45 ഡിഗ്രി, ഈസ്റ്റും നോർത്ത് ഈസ്റ്റും 45 ഡിഗ്രി. മെയിനും സബും തമ്മിലുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം. സബ് ആംഗിളും തമ്മിൽ ഉണ്ടാക്കുന്ന ഡിഗ്രി എത്രയാണ്? അതും 90 ഡിഗ്രിയാണ്. നോക്കിക്കേ, സബ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എവിടെ ചെല്ലണം? നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റ് ചെല്ലണം, ഈസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ചെല്ലണം അല്ലേ? അതെത്ര? ഇവിടെ ഒരു 45,
ഇവിടെ 45, അങ്ങനെ ടോട്ടൽ 90. അപ്പോൾ മനസ്സിലായല്ലോ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എണ്ണി പറഞ്ഞു. മെയിൻ ഡയറക്ഷൻസ് തമ്മിൽ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഇതുങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് 90. നോർത്തും ഈസ്റ്റും തമ്മിൽ 90, നോർത്തും വെസ്റ്റും തമ്മിൽ 90, സൗത്തും ഈസ്റ്റും തമ്മിൽ 90, സൗത്തും വെസ്റ്റും തമ്മിൽ 90. അടുത്ത് കിടക്കുന്ന ആംഗിൾ ഡയറക്ഷൻ തമ്മിൽ കേട്ടോ. ഓക്കെ, പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് കിടക്കുന്നതല്ല, ഡയഗണലി ഓപ്പോസിറ്റ് കിടക്കുന്നതല്ല, അടുത്ത് കിടക്കുന്ന ആംഗിൾ ഡയറക്ഷൻ തമ്മിൽ ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. ഇനി സബ് ഡയറക്ഷൻ തമ്മിൽ നോർത്ത് നോർത്ത് ഈസ്റ്റ് തമ്മിൽ, നോർത്ത് നോർത്ത് വെസ്റ്റ് തമ്മിൽ 45 ഡിഗ്രി. അതുപോലെ സൗത്ത് സൗത്ത് ഈസ്റ്റ് തമ്മിൽ, സൗത്ത് സൗത്ത് വെസ്റ്റ് തമ്മിൽ 45 ഡിഗ്രി. അങ്ങനെ ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും കേസ് അങ്ങനെയാണ്. അപ്പം മെയിൻ ആംഗിൾ സബ് ആംഗിൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഡിഗ്രി, അടുത്ത് കിടക്കുന്ന തമ്മിൽ ഉണ്ടാക്കുന്നത് 45 ഡിഗ്രി. ഇനി എന്താണ് അടുത്ത് കിടക്കുന്ന 2 സബ് ആംഗിൾസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഡിഗ്രി 90 ഡിഗ്രി. ആ 45 45 വരെ 90 ഡിഗ്രി. ഇത്രയും ഒരു കഥ പോലെ ഓർത്തിരിക്കുക. വളരെ സിമ്പിളായ കാര്യമാണ് എങ്ങനെയാണ് വന്നതെന്ന് പറയുന്നത്. ഇനി അത് മറക്കരുത്. മറക്കാതിരിക്കാനാണ് ഇത് എങ്ങനെയൊക്കെയാണ് വന്നത്, ഈ ആംഗിളിനെ എങ്ങനെ തീരുമാനിച്ചതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മറന്നു പോലെ ഓർക്കണം ഇങ്ങനെ 360 4ആയിട്ട് തിരിച്ചു 90 ആക്കി, ആ 90നെ 2ആയിട്ട് തിരിച്ചു 45 ഇതാക്കി, ഇങ്ങനെ തന്നെ ഓർക്കണം. ഇനി നമുക്ക് വേറൊരു സംഭവമുണ്ട്. രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എവിടെ നിന്ന് കൊണ്ടുപോകും? ക്ലോക്ക് പോകുന്ന പോലെ തന്നെ പോകുന്നതിനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലോക്ക് എങ്ങനെയാണ് പോകുന്നത്? 12 1, 1 2, 2 3 ഇങ്ങനെയല്ലേ പോകുന്നത്. ഇങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിയുന്നു 12 1, അങ്ങനെ പോകുന്നതിന് ക്ലോക്ക് വൈസ്, ക്ലോക്ക് പോകുന്ന പോലത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ വരുമ്പോൾ തിരിയാൻ ഒരു ചാൻസ് ഉണ്ട്. എങ്ങോട്ടാണ് ക്ലോക്ക്? 9 10, 10 11, 11 12 ഇങ്ങനെയാണ് ക്ലോക്ക് പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു മാറ്റം വേണ്ട. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലോട്ട് പോകുന്നത് 7 8, 8 9 നേരെ തിരിഞ്ഞ് കറങ്ങുന്ന ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എല്ലാ ക്ലോക്കുകളും ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് പോലെ വൈസ്, ക്ലോക്ക് പോകുന്നത് എങ്ങനെയാണോ അതുപോലെ പോകുന്നത്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് എവിടെ നിന്ന് പോകും? 12 11, 11 10, 10 9, 9 8 ഇങ്ങനെ പോകും, നേരെ തിരിച്ചു പോകും. ഓക്കെ, ഇവിടെ ആണെങ്കിലും അത് തന്നെ 3 2, 2 1 ഇങ്ങനെ പോകുന്നതിനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. ഇത് എളുപ്പമാണല്ലോ, മാറത്തില്ലല്ലോ. ഇതിങ്ങനെ തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ക്ലോക്ക് പോകുന്ന പോലെ ക്ലോക്കിന് നേരെ തിരിച്ച്. ഇനി നമ്മൾ പോകുന്നൊരു കാര്യമുണ്ട്, റൈറ്റും ലെഫ്റ്റും. ഓക്കെ, റൈറ്റും ലെഫ്റ്റും. ഇനി അത് നമ്മൾ നോർത്തിലേക്ക് നിൽക്കുന്ന ഒരാൾ, ഇപ്പം ഞാൻ നോർത്തിലേക്കാണ് നിൽക്കുന്നത് വെച്ചോ, ഇങ്ങനെ നേരെ നിൽക്കുന്ന ഒരാളുടെ കഥയാണ് പറയുന്നത്. നിങ്ങൾക്ക് റൈറ്റും ലെഫ്റ്റും ചിലർക്ക് തിരിഞ്ഞു പോകും അല്ലേ? റൈറ്റും ലെഫ്റ്റും ചിലർക്ക് തിരിഞ്ഞു പോകും. ഇങ്ങനെ 2 ഡയറക്ഷൻ. നോർത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ റൈറ്റ് ചെയ്ത് വരും. എൻ്റെ ഈ കൈ റൈറ്റ് എങ്ങോട്ട് വരും? എങ്ങനെ അത് പറയാൻ പറ്റും? അത് പറയാൻ പറ്റുന്ന വെച്ചാൽ ABCD ആൽഫബറ്റ് ഓർഡർ ആർക്കും തിരിയത്തില്ല. ആർക്കെങ്കിലും ആൽഫബറ്റ് ഓർഡർ തിരിയും. അപ്പോൾ അത് തന്നെ ഓർത്തുള്ളൂ. ABCD വരുമ്പോൾ L കഴിഞ്ഞിട്ട് R വരും അല്ലേ? L കഴിഞ്ഞിട്ടല്ലേ R വരുന്നത്? ABCD എന്ന് ചൊല്ലി നോക്കുക. ABCD കഴിഞ്ഞാൽ L കഴിഞ്ഞിട്ട് R വരും. അപ്പോൾ നോർത്തിലേക്ക് നിൽക്കുമ്പോൾ ലെഫ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് റൈറ്റ് വരും. ആദ്യമേ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ നമ്മൾ എഴുതി വരുന്നത്. ലെഫ്റ്റ് വരും, അത് കഴിയുമ്പോൾ റൈറ്റ് വരും. ഓക്കെ അല്ലേ? അപ്പം ലെഫ്റ്റ് റൈറ്റ് തിരിയത്തില്ലോ. നോർത്തിലേക്ക് നിൽക്കുന്നത്. സൗത്തിലേക്ക് നിന്നാലോ നേരെ തിരിയും അല്ലേ? നേരെ തിരിച്ചു വെച്ചു. നമ്മളിങ്ങനെ നിൽക്കുന്നത് നേരെ തിരിഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ തിരിയത്തില്ലേ? നമ്മുടെ കൈ അപ്പുറത്തും ഇപ്പുറത്തും തിരിയത്തില്ലേ? ഇത്രയൊന്ന് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്നിട്ട് നോക്കാം എന്തൊക്കെയാ കാര്യങ്ങൾ നോക്കാം. എ മാൻ വാക്സ് നോർത്ത് ആൻഡ് ടേൺസ് ടു ഹിസ് റൈറ്റ് അറ്റ് 90 ഡിഗ്രി. വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? വളരെ എളുപ്പമായ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരാൾ നോർത്തിലേക്ക് നടക്കുന്നത്. ഇവിടെ നിന്നാണ് നടക്കുന്നത്. നോർത്തിലേക്ക് നടക്കുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നോർത്തിലേക്ക് നടക്കുന്നത്. നടന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തെത്തി. എത്രയോ കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞു. 90 ഡിഗ്രി തിരിയാന്ന് വെച്ചാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ടാക്കുക. നോക്ക്, നടക്കുന്നത് ഇത് നമ്മളുള്ള ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി തിരിഞ്ഞു. എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലേക്ക് തിരിഞ്ഞു. ഞാൻ ഇങ്ങനെ നോർത്തിലേക്ക് വരുന്നു, റൈറ്റിലേക്ക് തിരിഞ്ഞു. ഓക്കെ, റൈറ്റിലേക്ക് തിരിയുമ്പോൾ 90 ഡിഗ്രി തിരിയുമ്പോൾ എന്തുണ്ടായി? ഏത് ഡയറക്ഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്? ഈസ്റ്റ് ഡയറക്ഷൻ. ഓർത്ത് നോക്ക്, ഇവിടെ എന്താ കിടക്കുന്നത്? നോർത്ത് സൗത്ത് വെസ്റ്റ് ബംഗാൾ കിടക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്? ഓപ്ഷൻ 3 ഈസ്റ്റ് ഡയറക്ഷനെ ഫേസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. വാക്കിംഗ് ടുവേർഡ്സ് സൗത്ത്. ഒരു മനുഷ്യൻ എങ്ങോട്ട് നടക്കുന്നു? സൗത്തിലേക്ക് നടക്കുന്നു. എന്നാലോചിച്ച് നോക്കുക, ഒരാൾ സൗത്തിലേക്ക് നടക്കുന്നു. സൗത്തിലേക്ക് നടക്കുമ്പോൾ ആൻഡ് ടേക്സ് 2 കോൺസിക്യൂട്ടീവ് റൈറ്റ് ടേൺസ്. എന്തൊക്കെ നടക്കും? 2 കോൺസിക്യൂട്ടീവ് റൈറ്റ് ടേൺ. അതിന് ആദ്യമേ ഒന്ന് ആലോചിക്കുക. നോർത്തിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഇങ്ങോട്ട്, അപ്പോൾ സൗത്തിലേക്ക് പോകുമ്പോൾ റൈറ്റ് നേരെ തിരിയും. പിന്നെ ഇവിടം വരെ വന്നു, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു, പിന്നെ അപ്പോൾ എങ്ങോട്ട് പോകുന്നു?
ഡയറക്ഷൻ ഓർക്കുന്നുണ്ടല്ലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റിലോട്ട് പോകുന്നു. വെസ്റ്റിലേക്ക് പോകുന്ന ഒരാളുടെ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ അല്ലായിരുന്നു റൈറ്റ്, ഈ സൈഡിലല്ലേ റൈറ്റ്, റൈറ്റ് അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു, റൈറ്റിലേക്ക് വീണ്ടും തിരിഞ്ഞു. ഓക്കെ, വിച്ച് ഡയറക്ഷൻ? രണ്ട് കോൺസിക്യൂട്ടീവ് റൈറ്റ് ടേൺ എടുത്തു. അത് കഴിഞ്ഞ് റൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. റൈറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞത്? ആൻഡ് ടേക്സ് എ ലെഫ്റ്റ് ടേൺ. ഇനി ഒരു ലെഫ്റ്റ് തിരിയുന്നു എന്നാണ് പറയുന്നത്. രണ്ട് സൗത്തിലേക്ക് പോയിരുന്നു, അവിടുന്ന് രണ്ട് കോൺസിക്യൂട്ടീവ് റൈറ്റ് ടേൺ എടുത്തു, ഇനി ഒരു ലെഫ്റ്റ് തിരിഞ്ഞു. ഇപ്പം നോർത്തിലേക്ക് പോകുന്ന ആളുടെ ലെഫ്റ്റ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് എങ്ങോട്ട് പോകും? ഈ സൈഡിലേക്ക് പോകും. വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? വെസ്റ്റ്. കണ്ടില്ലേ? നോർത്തിലേക്ക് പോകുന്നു, സൗത്തിലേക്ക് പോകുന്നു, ഒരു റൈറ്റ് എടുത്തു, അപ്പം വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തു. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും ഒരു റൈറ്റ് എടുത്തു, നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നടക്കുന്നു, അവിടുന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് എടുത്തപ്പോൾ എങ്ങോട്ട് ഫേസ് ചെയ്തു? വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം പോകാം. ഗ്രീഷ്മ മാർക്സ് ടുവാർഡ്സ് വെസ്റ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലേക്ക് നടക്കുന്നു? വെസ്റ്റിലേക്ക് നടക്കുന്നു. ഫ്രം ഹെർ ഹോം ആഫ്റ്റർ വാക്കിംഗ് 5 kilometers ഷീ ടേൺ ടു ഹിസ് റൈറ്റ്. 5 kilometer നടന്നു. ഇവിടെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. 5 kilometer നടന്നു. 5 kilometer നടന്നിട്ട് എന്ത് കാണിച്ചു? റൈറ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിൽ എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നടക്കുന്നു, റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇങ്ങനല്ലേ പോകുന്നത്? ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു, റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണ്? നോർത്തിലേക്ക് തിരിഞ്ഞു, നോർത്തിലേക്ക് പോകുന്നു. ഷീ ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് വാക്സ് 3 kilometers. 3 kilometer നടന്നു ഇവിടുന്ന്. ഓക്കെ, ആ ടേക്സ് എ റൈറ്റ് ടേൺ. 3 kilometer നടന്നു കഴിഞ്ഞപ്പോൾ എന്താ കാണിച്ചു? വീണ്ടും ഒരു റൈറ്റ് എടുത്തു. നോർത്തിലേക്ക് നടക്കുന്ന ആൾ വീണ്ടും ഒരു റൈറ്റ് എടുത്താൽ ഇങ്ങോട്ട് പോകും. ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്യും? ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്യും? ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരാൾ വെസ്റ്റിലേക്ക് നടക്കുമായിരുന്നു. ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരാൾ വെസ്റ്റിലേക്ക് നടന്നു. ഒരു 5 kilometer നടന്നു കഴിഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്തു? ഒരു റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് ടേൺ എടുത്തിട്ട് വീണ്ടും നടന്നു. ഒരു 3 kilometer നടന്നു, വീണ്ടും ഒരു റൈറ്റ് ടേൺ എടുത്തു. അപ്പോൾ 2 റൈറ്റ് ടേൺ എടുത്തപ്പോൾ വീണ്ടും ഏത് ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്തു? ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനത്തെ ഒരു ചോദ്യം വരും. ഡയറക്ഷൻ പറയത്തില്ല, പക്ഷെ ഒരു എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് തരും. വൈൽ ഫേസിങ് സൺ ഇൻ ദ മോർണിംഗ് ടേൺസ് 45 degree clockwise. വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫേസിങ് നൗ? എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു സൂര്യൻ മോർണിംഗിൽ എവിടാണ്? സൺ എവിടാണ്? നമുക്കറിയാലോ, ഇങ്ങനല്ലേ പഠിച്ചത്? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇങ്ങനല്ലേ ഒരു വരി പോലെ പഠിച്ചത്? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അല്ലെങ്കിൽ ഇനി അത് പഠിക്കാൻ പാടാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യമേ വന്നാലല്ലേ പോകാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ പോകാൻ പറ്റും. അപ്പോൾ ആദ്യമേ വരണം, പിന്നെ പോകും അല്ലേ? ഇപ്പോൾ ABCDയിൽ ഈ ആദ്യമേ ആൽഫബറ്റ് ഓർഡർ തന്നെ ഓർക്കുക. ഈ ആദ്യമേ, അത് കഴിഞ്ഞ് W. അപ്പം ഈയിൽ ആദ്യമേ വന്നു, സൂര്യൻ അവിടെ വന്നു, ഈസ്റ്റിൽ വന്നു, എന്നിട്ട് W വെസ്റ്റിൽ അസ്തമിച്ചു. അപ്പം രാവിലെ മോർണിംഗ് എവിടെയാണ്? വരുമല്ലേ ചെയ്യുന്നത്? മോർണിംഗ് വരും. എവിടെ വരും? സൂര്യൻ ഈസ്റ്റിൽ വരും അല്ലേ? ദേ സൂര്യൻ ഇവിടെ ഇരിക്കുന്നു. സൂര്യനെ നോക്കി ആര് നടന്നു? വൈൽ ഫേസിങ് ദ സൺ ഇൻ ദ മോർണിംഗ് ടേൺസ് 45 degree. ഇങ്ങോട്ട് നോക്കിയല്ലേ നിന്നേ? എങ്ങോട്ട് ഫേസ് ചെയ്യണം? ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിന്നാലേ സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അവിടെ എന്ത് കാണിച്ചു? 45 degree ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ഓക്കെ, നമ്മൾ പറഞ്ഞു ആംഗിൾ ഇങ്ങനെയാണ്. 45 degree എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിയും. ഇവിടുന്ന് ഇത്രയും അല്ലേ? അപ്പോൾ ആളെന്താണ് തിരിഞ്ഞേ? ഇങ്ങനെ തിരിഞ്ഞു പോയി. ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്? വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫേസിങ് നൗ? ഏത് ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്? സൗത്ത് ഈസ്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഒരാൾ നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞില്ല ആദ്യമേ. രാവിലെ സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുക എന്നിട്ട് രാവിലെ സൂര്യൻ ഈസ്റ്റിലാണ്. അപ്പോൾ ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു. ഒരു 45 degree ക്ലോക്ക് വൈസ് തിരിഞ്ഞാൽ എങ്ങോട്ട് ഫേസ് ചെയ്യും? സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഓക്കെ ആണല്ലോ? എ മാൻ ഫേസിങ് നോർത്ത് ടേൺസ് 135 degree ക്ലോക്ക് വൈസ്. നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ 2 ടൈപ്പ് ചെയ്യും. 2 ടൈപ്പ് നമുക്ക് പറഞ്ഞു നോക്കാം. ആദ്യമേ നോക്കാം. എ മാൻ ഫേസിങ് നോർത്ത് ടേൺസ് 135 degree ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, 1 നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നമ്മൾ എഴുതി വെച്ചു. നോർത്തിലേക്ക് നിൽക്കുന്ന ഒരാൾ, നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന 135 degree ക്ലോക്ക് വൈസ് പോകുന്നു പറഞ്ഞു. ഇവിടം വരെ വരുമ്പോൾ 90. പിന്നെന്താണ്? ഇത് 90 ആണ്. ഇതിൻ്റെ പകുതി 45. ഈ 135നെ 90 + 45 എന്ന് എഴുതാമല്ലോ. 90 + 45 എത്രയാണ്? 135. അപ്പോൾ ആദ്യമേ ഒരു 90 degree തിരിഞ്ഞു,
നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തു, പിന്നെ ഒരു 45, 135. അപ്പോൾ എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു? സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. ദെൻ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദെൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. പിന്നെ എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് തിരിഞ്ഞാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 45 ഡിഗ്രി, പിന്നെ ഒരു 45 ഡിഗ്രി. ഇങ്ങോട്ടല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ്, നേരെ തിരിഞ്ഞു പോകും. അപ്പോൾ എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു? നോർത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. ഇവിടാണ് നിന്നത്. ആദ്യമേ നോർത്തിൽ നിന്ന് 135 ഡിഗ്രി ക്ലോക്ക് വൈസ് പോയപ്പോൾ സൗത്ത് ഈസ്റ്റിലേക്ക് പോയി. അവിടുന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് പോയപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയി. പിന്നെ ഇനി എന്ത് ചെയ്തു? അതേപോലെ 90 ഡിഗ്രി വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫേസ് ചെയ്തു. അപ്പോൾ അങ്ങോട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്തു? സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്തു. മനസ്സിലായല്ലോ? ഇത് നമ്മൾ ജസ്റ്റ് ഒരു പേന വെച്ചെടുത്തില്ല. ആദ്യമേ 90 ഡിഗ്രി നിന്നു, ആ നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഒരു 135 ഡിഗ്രി ക്ലോക്ക് വൈസ് പോയി. ക്ലോക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പം ആദ്യമേ ഈ 135 നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ 90 + 45 എന്ന് എഴുതി. ആദ്യമേ 90 പോയി, പിന്നെ ഒരു 45 പോയി. അപ്പം നമ്മൾ സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ തിരിച്ചു 45, 90, പിന്നെന്താണ് ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. ഡേ ഓക്കെ ആയില്ലേ? ഓക്കെ ആണല്ലോ? അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എളുപ്പത്തിൽ വേറൊരു രീതി ചെയ്യാം. നമ്മളെന്താണ് ആ ടോട്ടൽ ടേൺസിനെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ടോട്ടൽ ടേണിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ എങ്ങനെ എഴുതും? ആൻറ്റി ക്ലോക്ക് വൈസിനെ എഴുതുന്നു, ക്ലോക്ക് വൈസിനെ സി എന്ന് എഴുതി. എന്നിട്ട് ആദ്യം എന്ത് പറഞ്ഞു? 135 ഡിഗ്രി ക്ലോക്ക് വൈസ് പറഞ്ഞു. സോറി ആൻറ്റി ക്ലോക്ക് വൈസ് എന്താണ്? 135 ഡിഗ്രി ക്ലോക്ക് വൈസ് പറഞ്ഞു. പിന്നെന്താണ്? ഒരു 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസും പറഞ്ഞു, ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസും പറഞ്ഞു. അപ്പോൾ സം ഓഫ് ടേൺ എടുത്താൽ മതിയല്ലോ. സം ഓഫ് ടേൺ നോക്കിക്കേ. ഈ 90 ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിയെന്ന് പറഞ്ഞാൽ ഒരേപോലെ തിരിയും. ആ 90 പോയി. അപ്പോൾ 135 ഡിഗ്രി ടോട്ടൽ 135 ഡിഗ്രി ക്ലോക്ക് വൈസേ തിരിഞ്ഞുള്ളൂ. ശരിയല്ലേ? നോർത്തിലേക്ക് പോയി, ഇങ്ങോട്ട് വന്നു, ഈസ്റ്റിലേക്ക് വന്നു, പിന്നെ അങ്ങോട്ട് വന്നു സൗത്ത് ഈസ്റ്റിലേക്ക് വന്നു. നോർത്തിലേക്ക് ഫേസ് ചെയ്ത ഒരാൾ നോക്ക് 135 മൊത്തം തിരിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വരെ വന്നു, ഇങ്ങോട്ട് ഫേസ് ചെയ്തു. സൗത്ത് ഈസ്റ്റ് ഉത്തരം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ഇങ്ങനെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ എളുപ്പം. കുറച്ചേറെ ആംഗിൾസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് ചെയ്താൽ മതി. അല്ലെ ഒത്തിരി കൺഫ്യൂസിങ് ആവണ്ട. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എ മാൻ ടേൺസ് ഫേസിങ് സൗത്ത് ടേൺസ് 225 ഡിഗ്രി ക്ലോക്ക് വൈസ് ദെൻ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, നമുക്ക് രണ്ട് മെത്തേഡ് നോക്കാം. എന്തായാലും ഒരാൾ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ 225 ഡിഗ്രി ക്ലോക്ക് വൈസ് പോയി. ഈ 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 + 45 ആണ് 225. എവിടെ? ഓക്കെ, 180 + 45 ആണ് 225 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആൾ 180 ഡിഗ്രി തിരിയുക എന്ന് പറഞ്ഞാൽ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് വരിക എന്നർത്ഥം. ഓക്കെ, 180 ഡിഗ്രി തിരിയുക എന്ന് പറഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് തിരിഞ്ഞാലും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞാലും 180 ഡിഗ്രി സെയിം ആണ്. നേരെ ഡയഗണലി ഓപ്പോസിറ്റ് വരും. അപ്പോൾ എന്ത് പറ്റും? സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ 90 ഡിഗ്രി നോക്കിക്കോ, 180 നോക്കിക്കോ വേണമെങ്കിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ക്ലോക്ക് വൈസ് അല്ലേ, വീണ്ടും പോയി. അപ്പോൾ ഡയഗണലി ഓപ്പോസിറ്റ് നോർത്ത് വന്നു. പിന്നെ എത്രയാണ്? ഇപ്പം 90 എത്തി. ഇനി ഒരു 180 എത്തി. ഇനി ഒരു 45 കൂടെ. 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കും. നോർത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു ഇപ്പം. പിന്നെ എന്താണ്? ദെൻ ക്ലോക്ക് വൈസ് തന്നെ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. ഒരു 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഈ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ എങ്ങോട്ട് ഫേസ് ചെയ്യും? നോർത്തിലേക്ക്. ദെൻ 180 ഡിഗ്രി ക്ലോക്ക് വൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് പോയാൽ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. 90 അതാണ് ഡയഗണലി ഓപ്പോസിറ്റേ വരത്തുള്ളൂ. സൗത്തിലേക്ക് വരുന്നു. ദെന്നെ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ഒരു 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എങ്ങോട്ട് ഫേസ് ചെയ്യും? ഇവിടെ അല്ലേ നിൽക്കുന്ന സൗത്ത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ പോകും. സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഓക്കെ, സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഓക്കെ ആണോ? സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഇനി മറ്റേ മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ തന്നെ കിട്ടുമോ നോക്കാം. ഇത് കണ്ടോ, ഇത്ര ആംഗിൾ വന്നപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആദ്യം എത്രയാണ്? ടേൺസ് 225 ഡിഗ്രി ക്ലോക്ക് വൈസ് 225 എഴുതി. ദെൻ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക്. ദെൻ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് 180 എഴുതി. ആൻഡ് 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. ഒരു 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 45 + 45 90. അപ്പം 180, 380, 425 വരും അല്ലേ? 200, 300, 350, 400, 400, 405 സോറി 405 വരും. 405 ഡിഗ്രി വരും. 405 നിന്ന് 90 പോയി കഴിഞ്ഞാൽ 315 വരും.
അല്ലേ? 315 ഡിഗ്രി വരും അല്ലേ? 315 വരും. എന്താ? ഒന്നുമില്ല, 405 മൈനസ് 90. അപ്പോൾ എത്ര വരും? 315. 315 വരത്തില്ലേ? 315 വരും. ഓക്കെ. ആ 315 ഡിഗ്രി എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ആണ് തിരിഞ്ഞത്. ഓക്കെ, 315 ക്ലോക്ക് വൈസ് തിരിഞ്ഞു. സൗത്തിലേക്ക് ഫേസ് ചെയ്ത ഒരാൾ എത്ര ഡിഗ്രി തിരിഞ്ഞു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം 90, നോർത്ത് വന്നപ്പോൾ 180, ഇത് 270. പിന്നെന്താണ്? 270 പ്ലസ് 45, 270 പ്ലസ് 45 ആണ് 315 അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ടോട്ടൽ ആംഗിൾ നമ്മൾ അതിപ്പോൾ മനസ്സിലായല്ലോ. സൗത്ത് ഈസ്റ്റ് ആണേ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ആണേ ഫേസ് ചെയ്യുന്നത്. ഓക്കെ ആണേ? സൗത്ത് ഈസ്റ്റ് ഫേസ് ചെയ്യുന്നു. സൗത്ത് ഈസ്റ്റ് ഫേസ് ചെയ്യുന്നു. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി. ഈ 315 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയുന്നത് പോലെ തന്നെ അതിൻ്റെ ആ സെയിം അർത്ഥമല്ലേ ഈ 315 360 മൈനസ് 315 എന്ന് വെച്ചാൽ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുന്നത്. ഇതേ ജസ്റ്റ് ഇത്രേ ഉള്ളൂ സംഭവം. ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ 4 തിരിഞ്ഞു, ഇവിടുന്ന് തിരിയുമല്ലേ? ഇവിടുന്ന് ഇത്രയും വന്ന് ഇവിടം വരെ വന്ന് 315 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു എന്ന് പറഞ്ഞു. ക്ലോക്ക് വൈസ് ഇതിൻ്റെ സെയിം അർത്ഥമല്ലേ 360 മൈനസ് 315 എന്ന് വെച്ചാൽ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി സെയിം അർത്ഥമാണ്. അപ്പം ഇങ്ങനെ നോക്കാം. ഒരു 300 മേളിലേക്ക് വരുവാണെങ്കിൽ 360 കുറച്ചിട്ട് അതിനെ തിരിച്ചു പോകുക. ഓക്കെ, അത് വളരെ പെട്ടെന്ന് കിട്ടും. കാൽക്കുലേഷനിൽ പെട്ടെന്ന് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താ? എ മാൻ ഫേസിങ് സൗത്ത് ടേക്സ് എ റൈറ്റ് ടേൺ. ഒരു റൈറ്റ് ടേൺ എടുത്തു. ഓക്കെ, സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ ഒരു റൈറ്റ് ടേൺ എടുത്തു. അപ്പം എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു? വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. ഓക്കെ, വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. ഈ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന ആളുടെ എന്താണ് പറഞ്ഞത്? അവയാളൊരു 225 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ എടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം. 225 ഇവിടെ വെസ്റ്റിലേക്കല്ല ഫേസ് ചെയ്യുന്നത്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നത് ചെറുതായിട്ട് ചരിഞ്ഞു പോയി, കുഴപ്പമില്ല. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. 225 ഡിഗ്രി 90 180 പ്ലസ് 45 225 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ ഒരു 90, ഇവിടെ ഒരു 90, ഇവിടെ ഒരു 45, 225 ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തു. പിന്നെന്താണ്? ഒരു 135 ഇവിടെ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തു. ഒരു 135 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 45 പ്ലസ് ഒരു 90, ഇവിടെ ഒരു 45 പ്ലസ് ഒരു 90, 135 ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. അപ്പം എങ്ങോട്ട് ഫേസ് ചെയ്തു? വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തു. ഇതൊന്ന് നോക്കിക്കേ. ഓക്കെ ആണോ? വെസ്റ്റിലേക്ക് തന്നെ ഫേസ് ചെയ്തു. ഇനി ഇതൊന്ന് കാര്യം ചോദിച്ചോട്ടെ. ഇത് ടോട്ടൽ ആംഗിൾ നോക്കിക്കേ. 225 പ്ലസ് 135 എത്ര കിട്ടി? 360 എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ എടുത്തില്ലേ? ഒരു ഫുൾ റൊട്ടേഷൻ എടുത്തു. അപ്പോൾ ആദ്യമേ സൗത്തിലേക്കായിരുന്നു, റൈറ്റ് ടേൺ എടുത്തു, വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തു, അവിടെ നിന്ന് ഒരു ഫുൾ റൊട്ടേഷൻ എടുത്തു. അപ്പോൾ എവിടെ ഫേസ് ചെയ്തു? വെസ്റ്റിലേക്ക് തന്നെ ഫേസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങളും കുറച്ചുകൂടെ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക, നോക്കുക എന്തൊക്കെ ക്ലാസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കയറി കാണുക. എല്ലാ ക്ലാസ്സിനും പുതുതായിട്ട് വരുന്ന കുറച്ച് പാറ്റേൺസും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകളൊന്ന് കയറി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ക്ലാസ്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അവരും പഠിച്ച് രക്ഷപ്പെട്ടെ. ഓക്കെ, അപ്പം ശരി, ബൈ.